നിർമ്മാണം പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകിയതിനു പിന്നിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പിടിവാശിയെന്ന് ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പനമ്പള്ളി നഗറിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത്ര നേരം അവർ അന്വേഷിച്ചിട്ടില്ല. പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഈ പറഞ്ഞ ഒഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിന്റെ ദൃശ്യങ്ങൾ നോക്കൂ. അവിടെ കുപ്പിവെള്ളം അടക്കം ഇരിപ്പുണ്ട്, അവിടെ കുടിവെള്ളം അടക്കം ഇരിപ്പുണ്ട്. ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിച്ചിരുന്ന ഒഴിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ആളെ കയറ്റിയിരുന്നില്ല, നാളില്ല എന്ന് പറയുന്ന കെട്ടിടമാണെങ്കിൽ ഈ കെട്ടിടത്തിൽ എങ്ങനെയാണ് ഈ കട്ടിലുകൾ ഉണ്ടാവുക? പ്രൊഫഷണൽ സൂയിസൈഡ് നടത്തിയ ഡോക്ടർ ഹാരിസിനെതിരായ ചാട്ടൂളികൾ മൂർച്ച കൂട്ടി വരികയായിരുന്നു. അതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ ഒരു രോഗിയുടെ അമ്മ മരിച്ചത്. എന്റെ അമ്മയെ കാണാനില്ല എന്ന് ഒരു മകൾ പറയുമ്പോഴും മന്ത്രിമാർക്ക് പ്രതിച്ഛായ സംരക്ഷണത്തിന്റെ വെപ്രാളം മാത്രമാണ്. മകളുടെ ശസ്ത്രക്രിയയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ വീട്ടമ്മ കെട്ടിടത്തിൽ ആളില്ലെന്ന് മന്ത്രി വീണ ജോർജും വാസവനും കള്ളം പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ജീവൻ ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീയെ കാണാതായി എന്ന് പറഞ്ഞൊരു അവരുടെ ഭർത്താവ് ഇത്തരത്തിലൊരു സംശയം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാം വിവരം അറിഞ്ഞു. അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് ഇവിടെ ഒരു മുറിവുണ്ട്, സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു ഇന്റേണൽ ഇഞ്ചുറി ഇല്ല. അത് തുന്നലിട്ടാലും മതിയാകും. മറ്റാരും അവിടെ ഉള്ളതായിട്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോൾ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ. അങ്ങനെ ഒരു വിവരമില്ല. ഗുരുതരമായ പരിക്കൊന്നുമില്ല, ചെറിയ പരിക്കുകൾ മാത്രമേ ഇപ്പോൾ. ഭാര്യയെ കാണാനില്ല എന്ന വിശ്രുതൻ എന്ന ആളുടെ ശബ്ദരേഖ റിപ്പോർട്ടർ നൽകുമ്പോഴും ആ വഴിക്കൊരു അന്വേഷണം നടന്നില്ല. മറുപടി പറയാൻ ആളുമുണ്ടായിരുന്നില്ല. ഒടുവിൽ ബന്ധു പോലീസിൽ പരാതിപ്പെട്ടപ്പോഴാണ് അവിടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നത്. അപ്പോഴേക്ക് സമയം 12 മണി. 10:30 നടന്ന അപകടത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് 12 മണിക്ക്. 1 മണിയോടെ മൃതദേഹം പുറത്തെടുക്കുന്നു. എന്റെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തിയാണ്. ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പനമ്പള്ളി നഗറിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത്. അത്ര നേരം അവർ അന്വേഷിച്ചിട്ടില്ല. അവരുടെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നത്. ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ. ഇതാണ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകി. മന്ത്രി വീണയുടെ പിടിവാശി, ഒരു ചോദ്യചിഹ്നവുമുണ്ട്. ഇങ്ങനെയാണ് വാർത്ത പറയുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകിയതിനു പിന്നിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പിടിവാശിയെന്ന് കോട്ടയത്ത് നടന്ന CPM യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ തലേന്നായ ബുധനാഴ്ച കോട്ടയത്ത് നടന്ന CPM ശില്പശാലയിലാണ് മന്ത്രിക്കും ആരോഗ്യവകുപ്പിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നത്. മന്ത്രിക്ക് സൗകര്യമുള്ള തീയതി ലഭിക്കാത്തതാണെന്നും ജില്ലയിലെ ഉദ്ഘാടന പരിപാടികൾ ഒന്നിച്ച് ഒരു ദിവസം നടത്തണമെന്ന പിടിവാശിയാണ് മന്ത്രിക്കുള്ളതെന്നും പ്രതിനിധികൾ ഈ ശില്പശാലയിൽ ആരോപിച്ചുവെന്നാണ് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ശേഷം നിരോധിക്കപ്പെട്ട ബിൽഡിംഗ് എന്ന് പറയുന്നതിനകത്ത് കയറി ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാവോ? അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത് ഒരു ഒഴിപ്പിച്ച കെട്ടിടമല്ല, അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന കെട്ടിടമാണെന്ന് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ശൗചാലയ